കർണാടകയിലെ പ്രശസ്തമായ ബാബ ബുദൻ ദർഗയ്ക്കുമേലുള്ള ഹിന്ദുത്വവാദികളുടെ അവകാശവാദങ്ങൾ കർണാടക സർക്കാർ ശരിവച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ബാബ ബുദൻ ദർഗയ്ക്കുമേലുള്ള ഹിന്ദുത്വവാദികളുടെ അവകാശവാദം സംഭവിച്ച് സുപ്രീം കോടതി മുമ്പാകെയുള്ള കേസിൽ BJPയുടെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ സ്വീകരിച്ച അതേ നിലപാട് തന്നെ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരും ആവർത്തിച്ചിരിക്കുന്നു എന്നതാണ് വാർത്ത. കഴിഞ്ഞ മാസം 26-നാണ് ഇത് സംബന്ധിച്ച സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചത്. കർണാടകയിലെ അയോധ്യയായാണ് ഹിന്ദുത്വവാദികൾ ദർഗയെ കാണുന്നത്. ഇതിൻ്റെ പേരിൽ വിദ്വേഷ പ്രചരണവും വർഗീയ ധ്രുവീകരണവും നടക്കുന്നതിനിടെയാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ നിലപാട് മാറ്റമെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇതോടെ അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്ത് ക്ഷേത്രം നിർമ്മിച്ചതുപോലെ ദക്ഷിണേന്ത്യയിലും മറ്റൊരു അയോധ്യക്ക് കളമൊരുക്കുകയാണ്. ദാദാ ഹയാത്ത് എന്ന പേരിൽ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് കർണാടകയിലെ ചിക്ക്മാംഗ്ലൂർ ജില്ലയിലെ ബാബ ബുദാൻ. ചിക്ക്മാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്റർ അകലെ പശ്ചിമഘട്ടത്തിലെ ബാബ ബുദാൻ മലനിരകളിലാണ് ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ തീർത്ഥാടന കേന്ദ്രമായി കാണുന്ന ഇടമാണ് ബാബ ബുദാൻ. 11-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ നിന്ന് ഇവിടെ എത്തിയ സൂഫി വര്യനായ അബ്ദുൽ അസീസ് മക്കിയാണ് ദാദാ ഹയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അബ്ദുൽ അസീസ് മക്കി ഈ മലയിലെ ഗുഹയിൽ താമസമാക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകൃഷ്ടരായി പലരും അന്ന് ഇസ്ലാം ആശ്ലേഷിച്ചെന്നും ചരിത്രം പറയുന്നു. യമനിൽ നിന്നെത്തിയ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇന്ത്യയിൽ കാപ്പി കൃഷിക്ക് തുടക്കമിട്ട സൂഫിയായ ജമാലുദ്ദീൻ മക്രബിയാണ് ബാബ ബുദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ പുണ്യസ്ഥലമായി കണക്കാക്കി സന്ദർശനം നടത്താറുള്ള സ്ഥലം കൂടിയാണ് ബാബ ബുദാൻ. ബാബ ബുദാനാണ് ഇന്ത്യയിലേക്ക് കാപ്പി കൊണ്ടുവന്നതെന്ന് ചരിത്രം പറയുന്നു. യമനിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പിക്കുരു ബാബ ബുദാൻ താമസിച്ചിരുന്ന കുന്നിൻ മുകളിൽ അദ്ദേഹം നട്ടുപിടിപ്പിക്കുകയായിരുന്നു. ഈ കുന്ന് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ചരിത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും ചിക്ക്മാംഗ്ലൂരിലെ ബാബ ബുദൻ ദർഗയ്ക്ക് മേൽ ഹിന്ദുത്വവാദികൾ അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അയോധ്യയിലെ ബാബരി മസ്ജിദിൻ്റെ പേരിലുള്ള അവകാശവാദം ഉന്നയിച്ച 1990-കളുടെ തുടക്കത്തിൽ രാജ്യത്തുടനീളം സംഘപരിവാർ നടത്തിവന്ന അക്രമാസക്ത പ്രചരണങ്ങളുടെ ഭാഗമായാണ് മേഖലയിലും ഹിന്ദുത്വവാദികൾ അവകാശവാദം ഉന്നയിച്ചു തുടങ്ങിയത്. ഈ പ്രദേശം ഹിന്ദു ദേവതയായ ദത്താത്രേയയുടേതാണെന്നാണ് ഹിന്ദുത്വവാദികളുടെ അവകാശവാദം. ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ദത്തജയന്തി ആഘോഷിക്കാൻ അനുമതി നേടിയ സംഘപരിവാർ പിന്നീട് ദർഗയെ മുസ്ലിങ്ങളുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് ക്ഷേത്രമാക്കി മാറ്റാനുള്ള ആഹ്വാനം നടത്തി വരികയായിരുന്നു. 1992-ൽ ബാബരി മസ്ജിദ് പൊളിച്ചു മാറ്റിയ അതേ വർഷം ചിക്ക്മാംഗ്ലൂരിലെ വിശ്വ ഹിന്ദു പരിഷത്ത് ബാബ ബുദാൻ ദർഗ യഥാർത്ഥത്തിൽ ദത്തപീഠമാണെന്ന് അവകാശപ്പെടുകയും അനസൂയ ജയന്തിയും ദത്തജയന്തിയും അവിടെ ആഘോഷിക്കാൻ അനുമതി തേടുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് ഹൈക്കോടതി, സുപ്രീം കോടതി, മുസ്രായി കമ്മീഷണർ എന്നിവരെല്ലാം സ്ഥാപനം ഒരു ദർഗയാണെന്നും മറ്റൊന്നുമല്ലെന്നും വ്യക്തമായി വിധിച്ചിരുന്നു. അവിടെ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളെക്കുറിച്ച് മുസ്രായി കമ്മീഷണർ വ്യക്തമായ ഉത്തരവുകൾ പോലും പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ 1992 ഡിസംബറിൽ കോൺഗ്രസ് സർക്കാർ ആ സ്ഥലത്ത് ദത്തജയന്തി ആഘോഷം നടത്താൻ അനുവദിച്ചു. അതുവഴി സംഘത്തിൻ്റെ വ്യാജങ്ങൾക്ക് ഫലപ്രദമായി ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു എന്ന് വേണം പറയാൻ. എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു വ്യാജ ആരോപണത്തിന് അതോടെ ശക്തി കൈവരികയായിരുന്നു. 2015-ലെ മറ്റൊരു സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം മതിയായ ചർച്ചകൾക്ക് ശേഷം 2017-ൽ കോൺഗ്രസ് സർക്കാർ ദർഗയുടെ തലസ്ഥിതി നിലനിർത്താൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസ് സർക്കാരും ഇതേ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രദേശത്തെ മുസ്ലിം വിഭാഗം പ്രതീക്ഷിച്ചിരുന്നത്. കോൺഗ്രസ് പാർട്ടി ഭാരവാഹികളും ഉപസമിതിയും മുസ്ലിം സമുദായത്തിൻ്റെയും വിവിധ ഗ്രൂപ്പുകളുടെയും പ്രതിനിധി സംഘങ്ങൾക്ക് മുന്നിൽ ഇതേ നിലപാട് ഉറപ്പിച്ചു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മാർച്ച് 19 നടന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലെ തീരുമാനത്തിനു ശേഷം മാർച്ച് 26-ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കോൺഗ്രസ് സർക്കാർ ഈ പ്രതീക്ഷകളെല്ലാം വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. Waytonikah.com, the exclusive Muslim matrimonial site.